മലപ്പുറം സഹോദയ 11s ഫുട്ബോൾ ടൂർണമെന്റിന് വളാഞ്ചേരിയിൽ കിക്ക് ഓഫ്. ഉദ്ഘാടനം സെപ്റ്റംബർ 28-ന്. വളാഞ്ചേരി മലപ്പുറം സഹോദയ 11s ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകാൻ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയം ഒരുങ്ങി. ടൂർണമെന്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 28-ന് ഞായറാഴ്ച രാവിലെ ടൂർണമെന്റ് ഔദ്യോഗികമായി ആരംഭിക്കും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 22 സ്കൂളുകളിൽ നിന്നായി 800-ൽ-അധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. യുവ കളിക്കാർക്കിടയിൽ അച്ചടക്കം, സൗഹൃദം, ഫുട്ബോളിനോടുള്ള അഭിനിവേശം, ടീം വർക്ക്, കായിക മികവ് എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആകെ 49 മത്സരങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടക്കുക. സെപ്റ്റംബർ 28, 29, 30 തീയതികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഒക്ടോബർ 3-ന് അവസാനിക്കും. അണ്ടർ 14, 17 വിഭാഗങ്ങളിലെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ സെപ്റ്റംബർ 30-ന് നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ CKM മുഹമ്മദ് അലി, മലപ്പുറം സഹോദയ പ്രസിഡന്റ് അബ്ദുൽ നാസർ, സെക്രട്ടറി M ജൌഹർ, സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ എന്നിവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിബിലി CKM, വൈസ് പ്രിൻസിപ്പൽ PC സബിത, ഹെഡ് മിസ്ട്രസ് ദീപ മോഹൻ, ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ടീം മാനേജർ പ്രസാദ്, ക്യാമ്പസ് ഓഫീസർ M റഷീദ് എന്നിവർ പങ്കെടുത്തു. ഇത്തവണ മലപ്പുറം സ്കൂൾസ് സെൻട്രൽ മലപ്പുറം സഹോദയയുടെ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടക്കുന്നത് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അത് നമ്മളിപ്പോ ഉദ്ഘാടനം 28-ാം തീയതിയാണ്, ഞായറാഴ്ചയാണ്. രാവിലെ 7 മണിക്കാണ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 50 മാച്ചസ് ആണ് വരുന്നത്. 800-ഓളം കുട്ടികളാണ് അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡേയ്സ് വരുന്നത് 28, 29, 30, പിന്നെ 3-ാം തീയതിയാണ് കളി വരുന്നത്. അണ്ടർ 17-ന്റെ മാച്ച് വരുന്നത്, അണ്ടർ 14-ഉം അണ്ടർ 17-ഉം വരുന്നത് 28-ാം തീയതി, 29-ാം തീയതി ആയിട്ടാണ് വരുന്നത്. അവരുടെ ഫൈനലും സെമി ഫൈനലും വരുന്നത് 30-ത്തിനാണ്. അണ്ടർ 19 എല്ലാ കളികളും വരുന്നത് ഒക്ടോബർ 3-നാണ്. അന്ന് നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത് ആബിദ് ഹുസൈൻ തങ്ങളാണ്, കോട്ടക്കൽ MLA. നമ്മൾ MLA ആണ് ഇന്നത്തെ നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മലപ്പുറം സഹോദയയുടെ എല്ലാ ഭാരവാഹികളെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നേതൃത്വം വഹിക്കാൻ നമ്മൾ അന്ന് മലപ്പുറം സഹോദയയുടെ പ്രസിഡന്റ് അബ്ദുൽ നാസർ സാർ ഉണ്ടാവും.